നിങ്ങൾ യൂസ് ചെയ്യുന്ന ജിംനി സ്റ്റോക്ക് സസ്പെൻഷൻ അത്ര പോരെ, അല്ലെങ്കിൽ നിങ്ങൾ ലിഫ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ജിംനി ഹൈവേ സ്റ്റെബിലിറ്റീനെ ബാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇൻട്രൊഡ്യൂസിങ് ജിംനി 4x4 സസ്പെൻഷൻ ഫ്രം ടീം. ജിംനിക്ക് സെയിം ഹൈറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ EDFC 5 കോമ്പാക്റ്റബിൾ സസ്പെൻഷൻ എൻഡൂറ പ്രോ പ്ലസ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതായിരുന്നു കുറച്ച് ലിഫ്റ്റ് ഉള്ള രീതിയിൽ 4x4 സസ്പെൻഷൻ ജിംനിക്ക് അവൈലബിൾ ആണെന്നുള്ളത്. യെസ്, നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ജിംനി 4x4 ഡാമ്പേഴ്സ് വിത്ത് സ്പ്രിങ്സ്. ഇത് ഏകദേശം 2 ഇഞ്ച് ലിഫ്റ്റിനടുത്താണ് വരിക. ഇത് EDFC 5 കോമ്പാക്റ്റബിൾ ആണ്. സെയിം മെത്തേഡാണ്. ഹൈവേയിൽ മാക്സിമം സ്റ്റെബിലിറ്റി തരും. GPS-ഉം ഗൈറോസ്കോപ്പൊക്കെ വെച്ചിട്ട് നോർമൽ റോഡിൽ പോകുമ്പോൾ മാക്സിമം ആക്ഷനും തരും. അപ്പം നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാലോ. ഇന്ത്യയിലെ ആദ്യത്തെ ജിംനി വിത്ത് 4x4 ഡാമ്പർ സ്പോട്ട് അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡ്സിൽ തന്നെ നിങ്ങൾക്ക് എവിഡൻ്റ് ആയിരിക്കും, കാരണം ഏകദേശം 2 ഇഞ്ച് ലിഫ്റ്റ് അപ്രോക്സ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. റിസൾട്ടിലാണെന്നുണ്ടെങ്കിലും സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ആ ലിഫ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ എന്നുള്ളത് EDFC ആണ്. EDFC ഞാനൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജിംനിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് EDFC ഇരിക്കുന്ന ഈ ലൊക്കേഷനാണ്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാലിബ്രേറ്റ് ആണ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെഹിക്കിൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം EDFC കാലിബ്രേറ്റ് ആണ്. ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സെൻസർ എടുത്തു കഴിഞ്ഞിട്ട് 11-12 ആണ് ഫ്രണ്ടും റിയറും കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇന്ത്യസ് ഫസ്റ്റ് ജിംനി വിത്ത് 4x4 സസ്പെൻഷൻ കിട്ടലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ജിംനി ഓണേഴ്സ് ഉറപ്പായിട്ടും 4x4 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വിത്ത് EDFC ഓപ്ഷൻ മിസ് ചെയ്യരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.